Hello guys, welcome to a guys, ഇന്ന് റിയാക്ഷൻ വീഡിയോ തന്നെയാണ്. എന്താ പറയാൻ നെറിയതിനെതിരെ സംസാരിക്കാൻ തോന്നും. അതുകൊണ്ടാണ് വന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഈ കാര്യത്തിൽ വീഡിയോ എന്തോ കാണിക്കുന്നത് വീട്ടിൽ അമ്മയമ്മമാരെ നമുക്ക് എല്ലാവർക്കും എന്ത് വൃത്തിയായിട്ട പരിപാടി കാണിക്കുന്നത് അറിയോ? ബസ് ഇരുന്ന് ഇങ്ങനെയാണ് ഓരോരുത്തർ പെരുമാറുന്നത്. ഇത്രയും പേര് നോക്കിക്കൊണ്ട് നിൽക്കരുത്. എന്നിട്ട് വീട്ടിൽ അമ്മയമ്മമാരൊന്നും ആണോ ഉണ്ടോ? മനസ്സിലാവില്ല. നിന്റെ ഈ പിടിച്ചവന്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും ഇയാളെ മര്യാദയ്ക്ക് ഇറക്കി വിട്ടോ. ഉള്ളതൊക്കെ തന്നെ ഉള്ളൂ ഈ പറഞ്ഞുള്ളൂ. അല്ലാണ്ട് ഒരു കൂടുതലും ഇല്ല. തോന്നിയോടെ പിടിച്ചു നോക്കും. ഒരു കൂടുതലില്ല. പെണ്ണുങ്ങൾക്കൊക്കെ എല്ലാം ഒന്നേ ഉള്ളൂ. നിന്റെ അമ്മയ്ക്ക് എന്താണുള്ളത്, നിന്റെ ഭാര്യയ്ക്ക് എന്താണുള്ളത്, നിന്റെ പെങ്ങൾക്ക് എന്താണുള്ളത്, അത് തന്നെയാണ് അവക്കുള്ളൂ. നിനക്കൊക്കെ മൂത്ത ക്ഷയമാണെങ്കിൽ ഇല്ലേ അതുപോലെ ഭിത്തിയിട്ടുമ്പോ ചേർക്കണം. നിനക്കൊക്കെ ക്ഷയമല്ല, നിനക്ക് കഴപ്പെന്ന് പറയുന്നത് നല്ല കുത്തി കഴപ്പ്. അതാണ് നിന്നോടൊക്കെ പറയാനുള്ളൂ. നിനക്ക് ക്ഷയം എന്നൊക്കെ പറഞ്ഞാൽ ആ വാക്കിനെ ബഹുമാനമാണ്. നിന്നോടൊക്കെ പറയാനുള്ള കുത്തി കഴപ്പ്. നിനക്ക് കഴപ്പിന്റെ അസുഖമാണെന്ന് ഞാൻ പറയുള്ളൂ. എടാ നിന്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും ഉള്ളത് തന്നെയാണ് ആ പെണ്ണിനും ഉള്ളൂ. നീയൊക്കെ എന്ത് വാണമാണെന്നാ ചോദിക്കുള്ളൂ. വാണമൊക്കെ അതിന്റെ വേറെ കാര്യം. ഈ അടുത്ത് ഈ സംഭവം നടക്കുമ്പോ അടുത്ത് ബസ്സിൽ കുറെ ആൾക്കാരിക്കണം. ഇവരൊക്കെ എന്ത് ഒരു മനുഷ്യത്വം പറഞ്ഞാൽ ഇവരൊന്നും തൊട്ടോടി പോയിട്ടില്ല. ഒരേ ഒരാളെങ്കിൽ എണീറ്റൊന്ന് പ്രതികരിച്ചിരുന്നെങ്കിൽ, 5-6 പേരുണ്ട്, ഒരേ ഒരാളെ പ്രതികരിച്ചിരുന്നെങ്കിൽ ഇച്ചിരിയെങ്കിലും നമ്മുടെ മനുഷ്യർക്കൊരു മനുഷ്യത്വം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാണ്. അത്രയും പേരോടെ നോക്കി ഈ വീഡിയോ നിങ്ങൾക്ക് കാണാം. അത്രയും പേരോടെ നോക്കി നിന്നിട്ട് ഒരു മനുഷ്യന് പോലും അവരെ ചോദ്യം ചെയ്യാനോ അതിലൊന്ന് ഇടപെടാനോ തോന്നിയില്ല. ഒരു മനുഷ്യന് പോലും. തല്ലോ അങ്ങനെ പിടിക്കൊന്നും വേണ്ട. പക്ഷെ ഒരാൾക്കെങ്കിലും ഒന്ന് ചോദ്യം ചെയ്യാമായിരുന്നു. ഇന്നാളെ ഇതുപോലെ ഞാൻ നേരിട്ട് കണ്ട സംഭവം ഞാൻ റിയാക്ഷൻ ചെയ്തു. ഇത് ഞാൻ കണ്ടതല്ല. പക്ഷെ എന്നാലും ഞാൻ നേരിട്ട് കണ്ടതിൽ ഞാൻ നേരിട്ട് തന്നെ പ്രതികരിച്ചു. ഇവര് ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ പ്രതികരിച്ച് ഞാൻ ചോദിച്ചേനെ. തല്ലണ്ട കാര്യം തല്ലണമെന്ന് വെച്ചാൽ അത് വേണ്ട. പക്ഷെ ഒരാൾക്ക് പ്രതികരിച്ച് ചോദിക്കാമായിരുന്നു. നിനക്കൊക്കെ അമ്മയും പെങ്ങളും ഇല്ലയുടെ നായെന്ന് ആ പെൺകുട്ടി ചോദിച്ചു പോയ ഒരാണുങ്ങൾക്ക് ചോദിക്കാമായിരുന്നു. നല്ല അമ്മയുടെ മുലപ്പാൽ കുടിച്ച ആണുങ്ങളുണ്ടായിരുന്നെങ്കിൽ ചോദിക്കണമായിരുന്നല്ലോ പന്നികളെ. നീയൊക്കെ അവിടെ കണ്ടോളുന്ന സമയത്ത് ചോദിക്കാതെ തന്നെ നിനക്കൊന്നും ഉണ്ടായില്ല പന്നകളെ ഞാൻ ചോദിക്കുള്ളൂ. അത്രയേറെ വിഷമമുണ്ട്, സങ്കടമുണ്ട് ഇത് കണ്ടിട്ട്. ഒരുത്തരും ഏവപ്പെടാത്തത് കണ്ടിട്ട്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴത്ത് കമന്റ് ചെയ്യുക. അപ്പൊ ഹോപ്പ് യു ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോ ഇതുപോലത്തെ വെറൈറ്റി റിയാക്ഷൻ അല്ലെങ്കിൽ കണ്ടന്റ് വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.